നമസ്കാരം. മലയാളി യുവതികളെ ദുബായിലേക്ക് കടത്തി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന രാജ്യാന്തര സെക്സ് റാക്കറ്റിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായ ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് നടത്തുന്ന പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശിനി സ്റ്റോയിസി എന്ന സിന്ധുവാണ് ഈ ആസൂത്രിത പെൺവാണിഭ സംഘത്തിന്റെ പ്രധാന നടത്തിപ്പുകാരിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സിന്ധുവിനൊപ്പം പിടിയിലായ തിരുവനന്തപുരം സ്വദേശിനിയും മരടിലെ ആഡംബര ഫ്ളാറ്റിലെ താമസക്കാരിയുമായ അലീന എബ്രാഹിം, പൊന്നാനി സ്വദേശിനി മഞ്ജിമ എന്നിവർ ഈ രാജ്യാന്തര ശൃംഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജന്റുമാരാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മോഡലിംഗിനെന്ന് പറഞ്ഞ് വിദേശത്ത് എത്തിച്ച ശേഷം പലർക്കായി കാഴ്ചവച്ചു എന്നായിരുന്നു രണ്ട് യുവതികൾ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലാകുന്നത്. ദുബായിലെത്തിച്ച ശേഷം മയക്കുമരുന്ന് നൽകി നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടികളെ പലർക്കായി കാഴ്ചവച്ചതെന്നും പോലീസ് പറഞ്ഞു. നിരവധി പെൺകുട്ടികൾ ഇവരുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഗൾഫിലെത്തുന്ന പെൺകുട്ടികളെ ഇവിടെയുള്ള ഇന്ത്യക്കാർക്കും മറ്റ് വിദേശികൾക്കും പണം വാങ്ങി കൈമാറുകയായിരുന്നു ഇവരുടെ വിനോദം. പെൺകുട്ടികളെ രഹസ്യ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിരുന്നു. ദുബായിലെ നായിഫ്, അൽബാർഷ തുടങ്ങിയ മേഖലകളിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ താമസിപ്പിച്ച് ഫോൺ പോലും നൽകാതെ പൂട്ടിയിട്ട സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിച്ച തമിഴ്നാട്, കേരള സ്വദേശിനികളായ പെൺകുട്ടികൾ കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റതോടെയാണ് അന്ന് ആ വലിയ മാഫിയ പുറത്തറിഞ്ഞത്. വിസിറ്റിംഗ് വിസയിലാണ് ഇവർ യുവതികളെ ദുബായിൽ എത്തിക്കുന്നത്. തുടർന്ന് ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തുന്നതിനാൽ ദൃശ്യങ്ങൾ പുറത്തു പോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തത് എന്നാണ് പോലീസ് പറയുന്നത്. ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയതായും പരാതിയുണ്ട്. നിരവധി പെൺകുട്ടികൾ ഇവരുടെ സംഘത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. പ്രധാന ആസൂത്രണം നടത്തിയിരിക്കുന്നത് സിന്ധുവാണെന്നും പിടിയിലായ അലീന സിന്ധുവിന്റെ ഏജന്റാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഇവരെപ്പറ്റി അന്വേഷിച്ച് വരികയാണ്. ഈ സംഘത്തിൽ ഇനിയും യുവതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതിൽ ഉന്നത സംഘത്തിൽപ്പെട്ടവർ ആരൊക്കെ എന്ന കാര്യത്തിലൊക്കെ തന്നെ പോലീസിന് ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സെക്സ് റാക്കറ്റിലെ വലിയ ശൃംഖല തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താലേ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഒരു പെൺകുട്ടി പരാതി നൽകിയതോടെയാണ് ഈ സെക്സ് റാക്കറ്റിലെ കൂടുതൽ പേരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചത്. ആ പെൺകുട്ടി ധൈര്യമായി പരാതി പറയാൻ മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെയാണ് അലീന അടക്കമുള്ളവർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതേസമയം അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരെ പോലും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അവരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.